കാണുന്ന പോലെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കണോ? ഒരു അടിപൊളി സംഭവം പറഞ്ഞു തരാം. നിങ്ങളുടെ സ്കിന്നിന് പല പ്രശ്നങ്ങളും അലട്ടുന്നുണ്ടോ? അതൊക്കെ മാറ്റണോ? ഞാൻ പറയുന്ന പോലെ ഒരു പ്രാവശ്യം ചെയ്തു നോക്ക്. ഡെഡ് സ്കിന്നിനെ ഇതേപോലെ പീല് ചെയ്ത് മാറ്റി സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പമാർഗം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ഉപയോഗിക്കാം. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. സ്കിന്നിന് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായും ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. എന്താണെന്ന് പറയാം, നമുക്ക് കാര്യത്തിലേക്ക് പോകാം. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സ്കിന്നിൽ ഏൽക്കുന്ന ടാൻ മാറ്റാൻ വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ഒരു പ്രാവശ്യം സ്കിന്നിൽ ചെയ്താൽ എത്ര പഴക്കം ചെന്ന് ടാനും പൂർണ്ണമായിട്ടും മാറ്റി സ്കിൻ നല്ല രീതിയിൽ നിറം വെപ്പിക്കാം. അൺഇവൻ സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ എന്നിവയെല്ലാം തുടച്ചു മാറ്റി സ്കിൻ നല്ല ക്ലീൻ ആക്കാനും യൗവനത്തോടുകൂടി നിർത്താനും സാധിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് പറയുന്നത്. എന്താണെന്ന് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ലയോ സ്കിന്നിന് ഏൽക്കുന്ന ടാന്? അത് മാറ്റാൻ എളുപ്പ മാർഗങ്ങളാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പം എത്ര പഴക്കം ചെന്ന ടാനിനെയും സ്കിന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റാം. ഇപ്പം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ടാന്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന് ചെയ്തു നോക്ക്. 100% നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് ടാൻ പൂർണ്ണമായിട്ടും മാറ്റാം. ലൈവ് ചേഞ്ചസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് കാര്യത്തിലേക്ക് പോയാലോ? അത് ചെയ്തിട്ടുള്ള റിസൾട്ടും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കാണാം. പാക്ക് തയ്യാറാക്കാൻ ആദ്യം വേണ്ട നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരുവാണ് ചേർക്കുന്നത്. മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസ് ഇല്ലാതാക്കാനും പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ്. ഈ മുട്ടയുടെ മഞ്ഞക്കരുവിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെപ്പിക്കാനൊക്കെ സാധിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മുൾട്ടാണി മിട്ടി പൗഡറാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ ഫേസ് സ്കിന്നിൻ്റെ അനാവശ്യമായിട്ടുള്ള ഓയിലിനെ ഇല്ലാതാക്കാനും സ്കിന്നിനുണ്ടാകുന്ന നിറക്കുറവിനെ മാറ്റാനും സ്കിന്നിന് തിളക്കം വെപ്പിക്കാനും നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡറിൽ നിന്ന് സാധിക്കും. അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഓറഞ്ച് പീൽ പൗഡറാണ് ചേർക്കുന്നത്. ആൻറ്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതും വിറ്റാമിൻ സി ഉള്ളതും കൊണ്ട് തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നൽകാൻ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറിൽ നിന്ന് സാധിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് റൈസ് പൗഡറാണ് ചേർക്കുന്നത്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നിവ ഇല്ലാതാക്കി സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനും സാധിക്കും. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് റോസ്മേരി വാട്ടറാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളമാണ് ചേർക്കുന്നത്. നല്ല വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം റോസ്മേരി ഇട്ടിട്ട് അതിൻ്റെ സത്തെല്ലാം നല്ലപോലെ ഇറക്കിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡന്റുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നൽകാൻ നമ്മുടെ റോസ്മേരിയിൽ നിന്ന് സാധിക്കും. ഹെയറിനും ഫേസിനും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് റോസ്മേരി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് നിങ്ങൾ ഫേസിന് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം ഫേസ് വാഷ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഫേസ് വാഷൊക്കെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കി ഈ കാണുന്ന ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇട്ടിട്ടുള്ള ഒരു മാറ്റം കാണിക്കാം. കൈകളിലേക്കാണ് ഇടുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ ഫേസിലിട്ട് കൊടുക്കുക, ഫുൾ ബോഡിയിലും ഇടുക. ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ ഒരു പാക്ക് ഇട്ട് ഒരു 3 മിനിറ്റിന് ശേഷം ഒന്ന് കഴുകി നോക്ക്. ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഇടുന്നതിന് മുന്നേ ഉള്ള കൈയും ഇപ്പോൾ ഇട്ടതിന് ശേഷമുള്ള ആ ഒരു കൈയുടെ ചേഞ്ചസ് നിങ്ങൾ കണ്ടോ? അടിപൊളി മാറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ലൈവ് ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. 100% സ്കിന്നിന് മാറ്റം നേടാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഒരു രീതിയിലും സ്കിന്നിന് ടാൻ ഏൽക്കാതെ സ്കിന്നിന് നല്ല രീതിയിൽ നിർത്താനും കൂടി ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാനും കൂടി മറക്കല്ലേ. പിന്നെ ഇത് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ടും കൂടി വന്ന് പറയണേ. എന്തായാലും കൂട്ടുകാരെ, നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.